ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. എല്ലാവർക്കും നമ്മുടെ മൈ ഫാമിങ്ങിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള നാടൻ കോഴികളെ അവർക്ക് അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കുന്നത് എന്നുള്ളതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പല ഭാഗങ്ങളിലായിട്ട് പല വീഡിയോകളിലായിട്ടൊക്കെ അത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂട്യൂബിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്ക് യൂട്യൂബ് ചാനലിന്റെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന കോഴികളൊക്കെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് വളരെയേറെ സുപരിചിതമായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ഒരുപാട് നാളുകളായിട്ട് ഈ കോഴികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയാം. ഓരോ ടിപ്സുകൾ പറയുമ്പോഴും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഈ കോഴികളൊക്കെ തന്നെയാണ്. നിങ്ങളിപ്പോ ഈ കാണുന്ന നേക്കഡ് നെക്ക് പൂവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 2-3 വയസ്സ് പ്രായത്തിനടുത്തുള്ള പൂവനാണ്. ഇത് ആദ്യം മുതലേ നമ്മുടെ വീഡിയോകളിൽ ഈ പൂവനെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു അസുഖമുള്ളതായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഇത് ചോദിക്കുന്നത്. ഞാനിവിടെ ചെയ്യാറുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിക്കുകയാണ് ഇപ്പൊ ഈ വീഡിയോയിലൂടെ കേട്ടോ. എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ എന്റെ കോഴികൾക്ക് എന്തൊക്കെ രീതിയിലാണ് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ആദ്യം വിരിഞ്ഞിറങ്ങിയ കോഴി കുഞ്ഞുങ്ങളെ മുതൽ തുടങ്ങാം. അതിപ്പോ ഇൻക്യുബേറ്ററിലായാലും ശരി, കോഴി അടയിരുന്ന് വിരിയുന്നതായാലും ശരി, എല്ലാം ഒരേപോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻക്യുബേറ്ററിൽ വിരിയുമ്പോൾ അവർക്ക് എക്സ്ട്രാ ചൂട് കൊടുക്കും, ബ്രൂഡർ സെറ്റ് ചെയ്യും എന്ന് മാത്രം. അതല്ലാതെ വേറെ ഒരു മാറ്റവും ചെയ്യാറില്ല. അടവച്ച് വിരിഞ്ഞ കോഴി കുഞ്ഞുങ്ങളെ കോഴിയുടെ കൂടെ വിടും. ചിലപ്പോൾ രണ്ട് കോഴികൾക്ക് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ ഒരു കോഴിക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ തീറ്റയോ വെള്ളമോ ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാം ഒരേ രീതിയാണ്. വെള്ളം കൊടുക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ആദ്യം കൊടുക്കുന്നത് വെള്ളമാണ്. നമ്മൾ വിരിഞ്ഞിറങ്ങി ഏകദേശം 10-12 മണിക്കൂർ കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് വെള്ളമാണ്. ആ വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് കൊടുക്കാറുള്ളത്. പറ്റുമെങ്കിൽ ജീരക വെള്ളം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞങ്ങൾ അധികം അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. പിന്നെ അതില് തുളസി ഇല, പനിക്കൂർക്ക ഇല, പച്ചമഞ്ഞൾ, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന്റെ നീര് ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഇനി ചില സമയങ്ങളിൽ ആദ്യത്തെ ദിവസം പനിക്കൂർക്കയും തുളസി നീരും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ദിവസം പച്ചമഞ്ഞൾ അരച്ച് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം വെറും ചൂടുവെള്ളം, അങ്ങനെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ ആണ് ശീലിക്കാറുള്ളത്. ചില സമയങ്ങളിൽ അതാണ് വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത് ഒരു ഏകദേശം 1 മാസം വരെ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് സ്ഥിരമായിട്ട്. പിന്നെ തീറ്റയിൽ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ ഡീറ്റെയിൽസ്, തീറ്റയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുകളിൽ കാർഡ് രൂപത്തിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാനൊന്ന് പറയാം. അതായത് ഗോതമ്പ്, അരി തുടങ്ങിയ ധാന്യങ്ങൾ, അതായത് ചോളം ഒക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തും. പിന്നെ പയറുവർഗ്ഗങ്ങൾ, ഏതാ നമുക്ക് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള പയറുവർഗ്ഗം എന്ന് വെച്ചാൽ അത് ഇന്നത് വേണമെന്നൊന്നുമില്ല. പിന്നെ കടല പോലെയുള്ളത്, അങ്ങനെയുള്ള ധാന്യങ്ങൾ, ഇതെല്ലാം കൂടെ പൊടിച്ച് ആണ് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. ഈ തീറ്റ ഏകദേശം ഒരു 2 മാസം വരെ ഈ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഇലകളും മറ്റും ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ശീലിപ്പിക്കും. പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ആ കോഴികൾക്ക് കൊടുക്കുന്നത് വെള്ളത്തിൽ പിന്നെ ഇങ്ങനെ മരുന്നുകൾ, അതായത് ഈ ഇലച്ചാറുകൾ അങ്ങനെ മിക്സ് ചെയ്യാറില്ല. ഒരു പരിധി കഴിഞ്ഞ ഒരു 1-1.5 മാസം കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം തന്നെ ഡയറക്റ്റ് അങ്ങനെ കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
പിന്നെ തീറ്റയിൽ മാറുന്നതിനനുസരിച്ച്, പ്രായം കൂടുന്നതിനനുസരിച്ച് തീറ്റയിൽ ഏറ്റവും കൂടുതൽ ഇലകൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. പലരുടെ ഒരു സംശയം നമ്മൾ ഇല ഇട്ട് കൊടുക്കുമ്പോൾ തിന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞു തന്നെ ഇതിലും പറയട്ടെ. സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റകളുടെ കൂടെ കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇലകൾ ഇട്ടുകൊടുത്ത് ശീലിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒറ്റയടിക്ക് നമ്മൾ ഇലകൾ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ അവർ തിന്നില്ല. സ്ഥിരം കൊടുക്കുന്ന തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഏകദേശം മുട്ടയിടാറാവുന്ന സമയത്താണ് നമ്മൾ കമ്പനി തീറ്റ എന്ന് പറയുന്ന ഒരു തീറ്റ കൊടുക്കുന്നത്. അതും വളരെ കുറച്ച് മാത്രമാണ്. അതായത് ഒരു 2.5-3 മാസം കഴിഞ്ഞ കോഴികൾക്ക് നമ്മൾ 2-3 മാസം മുതൽ നമ്മൾ ഗോതമ്പ്, അരി പോലുള്ള സംഗതികൾ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി, അതായത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ അത് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഏകദേശം മുട്ടയിടാൻ പ്രായമാവുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ വളരെ കുറഞ്ഞ അളവിൽ ലെയർ മെഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുട്ടക്കോയുടെ തീറ്റ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അതും വളരെ ചെറിയ അളവിൽ മാത്രം, ആ സമയത്ത് മാത്രം കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ നാടൻ തീറ്റകളാണ് കൊടുക്കുന്നത്. എന്തൊക്കെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കും. പലരും ഓരോ ഇലകളുടെ പേര് പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ, ഇന്നത് കൊടുക്കാൻ പറ്റുമെന്നില്ല. ചില പിണ്ണാക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ എന്തും കോഴികൾക്ക് കൊടുക്കും. കോഴികൾ തിന്നുന്ന എന്തും കോഴികൾക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എന്റെ വീട്ടിലെ കോഴികളുടെ ഏറ്റവും കൂടുതൽ അവര് കഴിക്കുന്നത് പഴുത്ത മാങ്ങയും അതുപോലെ ചക്കയും അതൊക്കെയാണ്. കാരണം ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുണ്ട്, നമുക്ക് തീറ്റച്ചെലവ് കുറയ്ക്കാൻ പറ്റും. അതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തനി നാടൻ രീതിയിലുള്ള തീറ്റകളും ഭക്ഷണക്രമങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് അഴിച്ചു വിടാറുണ്ട്. 2 നേരം തീറ്റയായിട്ട് കൊടുക്കും. രാവിലെ തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 10-11 മണിയാകുമ്പോൾ നമ്മൾ ഇവരെ തുറന്നു വിടും. അതിനുശേഷം വൈകുന്നേരത്തെ നമ്മൾ ഇവരെ കൂട്ടിലേക്ക് കയറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാനുള്ള തീറ്റ കൊണ്ട് നമ്മൾ പോകുമ്പോൾ അവർ നമ്മുടെ പുറകെ വന്ന് കൂട്ടിലേക്ക് കയറും. വൈകുന്നേരം ഒരു തീറ്റ കൊടുക്കും. അങ്ങനെയാണ് തീറ്റ ക്രമങ്ങൾ. പിന്നെ വേറൊരു കാര്യം, നമ്മളിവിടെ വളർത്തുന്ന ഒരു കോഴികൾക്കും ഇതേവരെ വാക്സിൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വാക്സിൻ കൊടുക്കാറില്ല നമ്മളിവിടെ വളർത്തുന്നത്. ചില സാഹചര്യങ്ങളിൽ ഒരു ഏകദേശം 1 മാസമൊക്കെ ആയിട്ട് വളർത്തിയിട്ട് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക്, വളർത്തി കൊടുക്കാൻ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ നിർത്തി വളർത്തുന്ന കോഴി കുഞ്ഞുങ്ങൾക്ക് മാത്രമേ നമ്മൾ വാക്സിൻ കൊടുക്കാറുള്ളൂ. അതായത് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ വാക്സിൻ കൊടുക്കാറുള്ളൂ. എന്ന് കരുതി ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി വാക്സിൻ നിങ്ങളോട് കൊടുക്കരുത് എന്നല്ല പറയുന്നത്. വാക്സിൻ കൊടുക്കുന്നത് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, അസുഖങ്ങൾ പിടിപെടാതിരിക്കാൻ നല്ലതാണ്. പക്ഷെ നമ്മൾ, എന്റെ ഒരു അനുഭവമാണ്, എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മളിവിടെ വാക്സിൻ കൊടുക്കാറില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും വാക്സിന്റെ കാര്യമില്ല. പക്ഷെ കൊണ്ടുപോകുമ്പോൾ വ്യക്തമായിട്ട് പറയാറുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വാക്സിൻ കൊടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തീറ്റയിൽ ശ്രദ്ധിക്കുന്നത്. ഇലവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാറുണ്ട്. നാടൻ തീറ്റകളാണ് കൊടുക്കുന്നത്. വെള്ളം കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പരിസരത്തൊക്കെ വീടുകളിലൊക്കെ കോഴികൾക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടും എന്റെ കോഴികൾക്ക് അതൊന്നും ഒരു ചെറിയൊരു തൂങ്ങൽ പോലും ഉണ്ടാവാതെ ഇപ്പോഴും നിൽക്കുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ, അതായത് തീറ്റയുടെയും എന്തൊക്കെ ശ്രദ്ധിക്കുന്നുള്ളതിന്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ.